വീട്ടിൽ നിന്ന് ആരെങ്കിലും പുറത്തു പോകുന്നത് ഈ കാണുന്നത് തീരെ ഇഷ്ടമല്ല. ഒന്നെങ്കിൽ അവനെയും കൊണ്ടുപോകണം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പോകാൻ പാടില്ല. അങ്ങനെയാണ് അവന്റെ ഒരു മൈൻഡ്. ആ ഇഷ്ടക്കേട് അവന്റെ മുഖത്ത് കാണാനും ഉണ്ട്. ബൈക്ക് എടുത്ത് നേരെ പുറത്തോട്ടിറങ്ങി. കുറെ നാളായിട്ട് ആഗ്രഹിക്കുകയാണ് ഡെയിലി ബ്ലോഗ് ചെയ്യണമെന്ന്. പക്ഷെ എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയില്ല. പുറത്തിറങ്ങിയതും നല്ലൊരു മഴ പെയ്യാൻ തുടങ്ങി. ഇപ്പോൾ യാത്ര ചെയ്യുന്നത് സിനോയുടെ ഏതറിലാണ്. 2 വർഷക്കാലമായി സിനോ വണ്ടി വാങ്ങണമെന്നുള്ള ആഗ്രഹം ഒടുവിൽ അവസാനിച്ചത് ഒരു ഇലക്ട്രിക് സ്കൂട്ടറിലാണ്. വണ്ടി പാർക്കിങ്ങിൽ വെച്ചിട്ട് നമ്മൾ നേരെ മുകളിലേക്ക് നടന്നു. ലിഫ്റ്റ് കയറിയിട്ടാണ് പോകുന്നത്. 4ാമത്തെ നിലയിലാണ് നമുക്ക് ചെല്ലേണ്ടത്. ഇത് പത്തനാപുരം KSRTCയുടെ കോംപ്ലക്സ് ആണ്. ഇവിടെ ഇപ്പോൾ ഉള്ളത് ബാറ്റയുടെ ഷോറൂമും അതുപോലെ തന്നെ ആശീർവാദ് സിനിമാസും ആണ്. തണുപ്പായതുകൊണ്ട് തന്നെ ഒരു കോഫി കുടിച്ചിട്ട് കയറാമെന്ന് കരുതി. 40 രൂപയാണ് ഇവിടെ ഒരു കോഫിക്ക്. OD 3യിലാണ് നമുക്ക് ഷോ ഉള്ളത്. ഇതിനു മുമ്പും പത്തനാപുരം ആശീർവാദിൽ സിനിമ കാണാൻ നമ്മൾ പോയിട്ടുണ്ട്. മഴ പെയ്തതുകൊണ്ട് ഡിലേ ആകുമെന്നൊരു പേടി ഉണ്ടായിരുന്നു. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏതാണ് മൂവി എന്നുള്ളത്. വളരെയധികം തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള ഒരു മൂവിയാണ്. 2 വർഷക്കാലത്തെ കഠിന പരിശ്രമം കൊണ്ട് ജാഫർ ജാക്സന് മൈക്കിൾ ജാക്സനെ നന്നായി ഇമിറ്റേറ്റ് ചെയ്യാൻ സാധിച്ചു എന്നാണ് എനിക്ക് മനസ്സിലാക്കിയത്. എല്ലാവരും സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണുക. കാരണം നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് നൽകുന്ന ഒരു പടമാണ്. പത്തനംതിട്ടയിൽ ഒട്ടുമിക്ക തിയേറ്ററുകളും ആവറേജ് എക്സ്പീരിയൻസ് ആയതുകൊണ്ടാണ് പത്തനാപുരം വരെ വന്ന് സിനിമ കാണേണ്ട അവസ്ഥ വരുന്നത്. സ്റ്റോറി കൊണ്ട് നിർത്തിയെടുത്ത് സെക്കൻഡ് പാർട്ട് ഉണ്ടാവാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ എന്തായാലും പടം കണ്ട് ഞങ്ങൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി. വീട്ടിൽ വന്നപ്പോൾ ഇവന്റെ ഉടായ്പ തുടങ്ങി. ഇവന് ചൂശു വെക്കാൻ മുട്ടുന്നതാണ് അവൻ പറയുന്നത്. പുറത്തിറങ്ങിയാൽ അടുത്തെന്ത് ഉടായ്പ ഒപ്പിക്കാന്നാണ് അവൻ ആദ്യം നോക്കുന്നത്. അത് അവന്റെ നോട്ടത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും. കള്ളത്തരം ഇവനിൽ നിന്നാണോ ഉണ്ടായെന്ന് വരെ നമുക്ക് തോന്നിപ്പോകും. ഇനി എങ്ങനെ കൂട്ടി കയറാതിരിക്കുക എന്നുള്ളതാണ് അടുത്ത പ്ലാൻ. അതിനുവേണ്ടി വട്ടം കറങ്ങി പുറത്ത് നിൽക്കുകയാണ്. എങ്ങനെയെങ്കിലും കൂട്ടി കയറാതിരിക്കണം. അതിനുവേണ്ടിയുള്ള പരിപാടിയാണ് അടുത്ത കാണിക്കുന്നത്. സിറ്റൗട്ടിൽ സമരം ചെയ്ത് നോക്കിയാൽ ചിലപ്പം പോവില്ല എന്നുള്ള പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. ബിസ്ക്കറ്റ് തരാം കൂട്ടിക്കയറാൻ പറഞ്ഞപ്പം അനുസരണയുള്ള അമ്മൻ ഓടിപ്പോകുന്ന കണ്ടോ. ഞാൻ പറഞ്ഞ കേൾക്കാത്തവനാണ്. പക്ഷെ അമ്മ പറഞ്ഞ അവൻ പോയി കൂട്ടിക്കയറി. അങ്ങനെ അപ്പൂനുള്ള ബിസ്ക്കറ്റും കൊടുത്ത് ഇന്നത്തെ പരിപാടി അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക.